കർത്താവിൻ്റെ ഈ അഭിഷിക്തൻ എപ്പഫ്രാസിനെ കുറിച്ച് പ്രൈസ് ദി ലോർഡ് നമുക്ക് കാണുവാൻ കഴിയുന്നു. തൻ്റെ സഭയ്ക്ക് വേണ്ടി പ്രൈസ് ദി ലോർഡ് ആത്മാവിൽ പ്രാർത്ഥനയിൽ പോരാടിയാനാണ് എപ്പഫ്രാസ്. ഹല്ലേലൂയ. തൻ്റെ സഭയ്ക്ക് വേണ്ടി പോരാടിയ പ്രാർത്ഥനയിൽ പോരാടിയ ഒരഭിഷിക്തനാണ് എപ്പഫ്രാസ്. സോ അദ്ദേഹം കാണിച്ചു തന്നിരിക്കുന്ന ഒരു മാതൃകയാണ് ദൈവസഭയ്ക്ക് വേണ്ടി ദൈവജനം പ്രാർത്ഥനയിൽ പോരാടാൻ തയ്യാറാക്കണം. പ്രൈസ് ദി ലോർഡ്. മനസ്സിലായവർക്കായി പിടികിട്ടിയവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാ. നാം ആയിരിക്കുന്ന ദൈവസഭയ്ക്ക് പ്രൈസ് ദി ലോർഡ്, നാം ആയിരിക്കുന്ന ദേശത്തിനു വേണ്ടി, നാം ആയിരിക്കുന്ന പട്ടണത്തിനു വേണ്ടി, നാം ആയിരിക്കുന്ന രാജ്യത്തിനു വേണ്ടി, നാം ആയിരിക്കുന്ന ഭൂഖണ്ഡത്തിനു വേണ്ടി നാം പ്രാർത്ഥിക്കണമെന്നത് പ്രൈസിനോട് പ്രാർത്ഥനയിൽ പോരാടണമെന്ന് എപ്പഫ്രാസ് നമുക്ക് കാണിച്ചു തന്നിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം അങ്ങനെ ഒരു ദൈവപ്രവൃത്തി, അങ്ങനെ ഒരു അഭിഷേകം ആലയത്തിൽ വ്യാപരിക്കാൻ കൊണ്ട് തയ്യാറാകട്ടെ. 1 തിമോഥെയോസിന് എഴുതിയ ലേഖനം 1 തിമോഥെയോസ് 2-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം. പ്രൈസ് ദി ലോർഡ്. 2:1 അതിനകത്ത് നമുക്ക് കാണുവാൻ കഴിയുന്നു, സകല മനുഷ്യർക്കും വേണ്ടി പ്രാർത്ഥിക്കുവീൻ, സകല മനുഷ്യർക്കു വേണ്ടിയും പ്രാർത്ഥിക്കുവീൻ. അപ്പോൾ പ്രാർത്ഥന എന്നത് സകല വ്യക്തികൾക്കും വേണ്ടുന്ന ഒരു ആത്മീയ അനുഭവമാണ്, ഒരു ആത്മീയ കൂട്ടായ്മയാണ്. ഇന്ന് പകൽക്കാലവും സ്വർഗത്തിലെ ദൈവം അങ്ങനെ ഒരു അഭിഷേകത്തെ നമ്മുടെ കൈമേൽ കൈമാറുവാനിടയായി തീർന്നു. സകല ജനത്തിനു വേണ്ടിയും പ്രാർത്ഥിക്കുവാനുള്ള ഒരഭിഷേകം നമ്മുടെ മേൽ കൈമാറി. പ്രൈസ് ദി ലോർഡ്. ആ വചനത്തിന്റെ നിവർത്തികൾക്കായി പ്രൈസ് ദി ലോർഡ്, ആ വചനത്തിന്റെ അഭിഷേകം വ്യക്തി ജീവിതങ്ങളിൽ ചലിക്കുന്നതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നോക്കിക്കേ, നമുക്ക് എസ്രയുടെ പുസ്തകമൊക്കെ പഠിക്കുമ്പോൾ നമുക്ക് വ്യക്തമായിട്ട് കാണുവാൻ കഴിയുന്നു. എസ്ര പ്രൈസ് ദി ലോർഡ് പ്രാർത്ഥിച്ചപ്പോൾ ജനം ഉണർത്തപ്പെടുവാൻ തക്കവണ്ണമിടയായി തീർന്നു. അപ്പോൾ ജനം ഉണർത്തപ്പെടണമെങ്കിൽ പ്രൈസ് ദി ലോർഡ് ദൈവജനം പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം തയ്യാറാകണം. പ്രൈസ് ദി ലോർഡ്. നാം പ്രാർത്ഥിക്കാൻ തയ്യാറാകുമ്പോൾ ഈ ദേശത്ത് നശിച്ചു കൊണ്ടിരിക്കുന്ന ഇടത് കൈയും വലതു കൈയും അറിയാതെ, നിത്യയെക്കുറിച്ച് അറിയാതെ, രക്ഷയെക്കുറിച്ച് അറിയാതെ, വഴിയും സത്യവും ജീവനുമായവനെ കുറിച്ച് അറിയാതെ, പ്രൈസ് ദി ലോർഡ് കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് അറിയാതെ, വീണ്ടെടുപ്പുകാരനെ കുറിച്ച് അറിയാതെ, പ്രൈസ് ദി ലോർഡ് കോടാനുകോടി ദൂതന്മാരുമായി വാനമേഘത്തിൽ ചേർപ്പാൻ വരുന്നവനെ കുറിച്ച് അറിയാതെ നശിച്ചു പോകുന്ന ജനം ഒന്ന് ഉണർത്തപ്പെടണമെങ്കിൽ, നശിച്ചു പോകുന്ന ജനം ദൈവസഭയിലേക്ക് കയറി വരണമെങ്കിൽ എസ്ര പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ ജനം ഉണർത്തപ്പെടും. എസ്ര പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ ജനം വിശുദ്ധീകരിക്കപ്പെടും. അപ്പോൾ ജനത്തിന് വിശുദ്ധീകരണത്തിന് വേണ്ടി, ദൈവസഭയുടെ വിശുദ്ധീകരണത്തിന് വേണ്ടി, നാം ആയിരിക്കുന്ന രാജ്യത്തിന്റെ, നാം ആയിരിക്കുന്ന ദേശത്തിന്റെ, നാം ആയിരിക്കുന്ന ഭൂഖണ്ഡത്തിന്റെ ശുദ്ധീകരണത്തിനായി, വിടുതലിനായി ദൈവജനം പ്രാർത്ഥിക്കാൻ തയ്യാറാകണം. പ്രൈസ് ദി ലോർഡ്. ആ വെളിപ്പാട് കിട്ടിയവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുക മുതൽ പ്രൈസ് ദി ലോർഡ് നാം വായിച്ചു തുടങ്ങുമ്പോൾ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നു പ്രാർത്ഥനയെക്കുറിച്ച് ഒരുപാട് വാക്യങ്ങൾ. പ്രൈസ് ദി ലോർഡ്. അഭിഷിക്തന്മാരാകട്ടെ, ദേവദാസിമാരാകട്ടെ, പ്രാർത്ഥനയെക്കുറിച്ചുള്ള പ്രൈസ് ദി ലോർഡ് മാതൃകകൾ നമുക്ക് വെച്ചേച്ചു പോയിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥിക്കാനുള്ള ഈ അഭിഷേകത്തെ ഇന്നു രാത്രിയിലും ദൈവജനം പ്രാപിപ്പാൻ തക്കവണ്ണം തയ്യാറാക്കണം. പ്രൈസ് ദി ലോർഡ്. നോക്കിക്കേ, ശിംശോൻ പ്രാർത്ഥിച്ചപ്പോൾ സിംഹത്തെ വലിച്ചു കീറുവാനുള്ള ഒരു ശക്തി അവന്റെ മേൽ വരുവാനിടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പൊ പ്രാർത്ഥനയാണ് നമുക്ക് ശക്തി നൽകുന്നത്. ചിലതിനൊക്കെ വലിച്ചു കീറുവാൻ, നമ്മളെ അസഹ്യപ്പെടുത്തുന്ന, നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന, നമ്മെ വേദനിപ്പിക്കുന്ന, നമ്മളെ അപമാനിക്കുന്ന, പ്രൈസ് ദി ലോർഡ് നമ്മളെ ഞെരുക്കുന്ന ചില സാഹചര്യങ്ങളെ അഭിഷേകത്താൽ വലിച്ചു കീറണമെങ്കിൽ പ്രാർത്ഥന ആവശ്യമാണ്, ഒരു ശക്തി ആവശ്യമാണ്, ഒരു ബലം ആവശ്യമാണ്. ഇതെല്ലാം പ്രാർത്ഥനയിൽ പ്രാപിക്കുവാൻ ദൈവജനം തന്നെത്താൻ ദൈവ സന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറാക്കണം. പ്രൈസ് ദി ലോർഡ്. ഒരു മനുഷ്യൻക്ക് ഈ സിംഹത്തെ വലിച്ചു കീറാൻ പറ്റത്തില്ല. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ചിന്തിക്കും മുമ്പേ പ്രൈസ് ദി ലോർഡ് സിംഹം നമ്മെ കീറിക്കളഞ്ഞിരിക്കും. അങ്ങനെയുള്ള സാഹചര്യത്തിനകത്ത് ഒരു സിംഹത്തെ ശിംശോൻ വലിച്ചു കീറി. പ്രൈസ് ദി ലോർഡ്. തന്നെ തീർക്കാൻ വന്നവനെ താൻ തീർക്കുവാനിടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. നിങ്ങളെ ഉപദ്രവിക്കാൻ വരുന്നതിനെ, നിങ്ങളെ അസഹ്യപ്പെടുത്താൻ വരുന്നതിനെ നിങ്ങൾ വലിച്ചു കീറണം. അതിനെ നിങ്ങൾ ഉയരത്തിലെ ശക്തി പ്രാപിക്കണം.
അതിന് നിങ്ങൾ ഉയരത്തിലെ ബലം പ്രാപിക്കണം. അതിനായി പ്രാർത്ഥന ഉണ്ടായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ശക്തി ലഭിക്കാനാണ് അല്ലെങ്കിൽ ബലം ലഭിക്കണമെങ്കിൽ പ്രാർത്ഥിക്കാൻ തയ്യാറാകണം. പ്രൈസ് ദി ലോർഡ്. ചില വിഷയങ്ങളെ വലിച്ചു കീറണമെങ്കിൽ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാൻ തക്കവണ്ണം തയ്യാറാകണം. നിങ്ങളെ വലിച്ചു കീറുമെന്ന് പറയുന്ന വിഷയങ്ങൾ, പ്രൈസ് ദി ലോർഡ്, അതിനെ നിങ്ങൾക്ക് ജയിക്കണമെങ്കിൽ ദൈവസന്നിധിയിൽ പ്രാർത്ഥന ഉള്ളവരായി തീരുവാൻ തക്കവണ്ണം തയ്യാറാക്കണം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട മറ്റൊരു വാക്യത്തെ ഞാൻ നിങ്ങൾക്ക് കൈമാറാമല്ലോ. ഏലീശ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ സ്വർഗം തുറക്കുവാൻ തക്കവണ്ണമിടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. ഏലീശ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ മഴ പെയ്യുവാനിടയായി തീർന്നു. ഏലീശ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ മഴ നിന്നു പോകുവാനിടയായി തീർന്നു. അങ്ങനെ പറയുന്നതാണ് അതിന് ശരി. ഏലീശ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ മഴ, പ്രൈസ് ദി ലോർഡ്, നിന്നു പോകുവാനിടയായി തീർന്നു. ഏലീശ അല്ല, ഏലിയാവാണ്. പ്രൈസ് ദി ലോർഡ്. ഏലിയാവാണ്. പ്രൈസ് ദി ലോർഡ്. ഏലിയാവ് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ മഴ നിൽക്കാൻ തക്കവണ്ണമിടയായി തീർന്നു. ഏലിയാവ് പ്രാർത്ഥിച്ചപ്പോൾ മഴ പെയ്യുവാനും ഇടയായി തീർന്നു. അപ്പോൾ ഒരു രാജ്യത്തിൻ്റെ അഭിവൃദ്ധി പ്രാർത്ഥിക്കുന്നവൻ്റെ കരത്തിലിരിക്കുന്നു. എത്ര പേർക്കത് മനസ്സിലാകുന്നു? പ്രൈസ് ദി ലോർഡ്. എത്ര പേർക്കത് മനസ്സിലാകുന്നുണ്ട്? അപ്പോൾ പ്രാർത്ഥനയിലാണ്, പ്രാർത്ഥിക്കുന്ന ദൈവ പൈതലിൻ്റെ കരത്തിലാണ് ആ രാജ്യത്തിൻ്റെ അഭിവൃദ്ധി ഇരിക്കുന്നത്. അതുകൊണ്ട് ദൈവജനം പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ രാജ്യത്തിന് അഭിവൃദ്ധി ഉണ്ടാകും. ഈ രാജ്യത്തിൻ്റെ നന്മയ്ക്കായിട്ടാണ് ദൈവം നമ്മെ ഈ രാജ്യത്തെ ജനിപ്പിക്കാൻ തക്കവണ്ണമിടയായി തീർന്നത്. പ്രൈസ് ദി ലോർഡ്. അതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. അപ്പോൾ ഏലിയാവും പ്രവാചകനായിരിക്കുന്ന ദൈവദാസനായിരിക്കുന്ന ഏലിയാവും നമുക്ക് കാണിച്ചു തന്നിരിക്കുന്ന മാതൃകയാണ്. പ്രാർത്ഥിക്കുന്നവന്റെ കരത്തിൽ രാജ്യത്തിന്റെ അഭിവൃദ്ധി ഇരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ആ ദൂതനെ മനസ്സിലായവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. തീർന്നില്ല. പ്രൈസ് ദി ലോർഡ്. തന്റെ കൈക്ക് വെള്ളമൊഴിച്ച, പ്രൈസ് ദി ലോർഡ്, ഏലീശ പ്രവാചകൻ, തന്റെ ശിഷ്യനായിരിക്കുന്ന ഏലീശ പ്രവാചകൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ശവശരീരം എഴുന്നേൽക്കുവാൻ തക്കവണ്ണമിടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. ശവശരീരം ഉയർത്തെഴുന്നേൽക്കുവാൻ തക്കവണ്ണമിടയായി തീർന്നു. അവിടെ പ്രാർത്ഥന വേഗത്തിൽ ഫലിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. എത്ര കീറാമുട്ടി വിഷയങ്ങളാണെങ്കിലും പ്രാർത്ഥനയുടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒന്ന് വെച്ച് വേഗത്തിൽ അതിനകത്ത് വിടുതലുകൾ ഉണ്ടാകും. നിങ്ങൾ വിടുതലുകൾ കാണാൻ കഴിയത്തില്ലെന്നും ഇനി അത് അനുഭവിക്കാൻ കഴിയത്തില്ലെന്നും വിചാരിച്ച ചില വിഷയങ്ങൾ അതിനകത്ത് വേഗത്തിൽ മറുപടി തരുവാൻ പ്രാർത്ഥനയ്ക്ക് കഴിയും. ഏലീശ ഒറ്റ പ്രാർത്ഥനയ്ക്ക് ശവശരീരം എഴുന്നേറ്റതുപോലെ ഇന്ന് രാത്രികാലം ആത്മാവിൽ ഞാൻ കൈമാറുകയാണ്. ചിലതൊക്കെ എഴുന്നേൽക്കാൻ പോകുകയാണ്. ചില വിഷയങ്ങൾ, പ്രൈസ് ദി ലോർഡ്, ഇനി നിങ്ങൾ കാണത്തില്ലെന്ന് പറഞ്ഞ വിഷയങ്ങൾ, മരിച്ചുപോയ ചില വിഷയങ്ങൾ, ചലനമറ്റ് കിടക്കുന്ന ചില വിഷയങ്ങൾ, ഭൂമിയുടെ യാതോ ഭാഗങ്ങളിലേക്ക് പോകതാകട്ടെ, സമുദ്രത്തിന്റെ ആഴങ്ങളിലേക്ക് പോയതാകട്ടെ, കണ്ണെത്താ ദൂരങ്ങളിലേക്ക്, കണ്ണെത്താത്ത ആഴങ്ങളിലേക്ക് പോയതാകട്ടെ, പ്രാർത്ഥിച്ചാൽ അതിന് മറുപടി ഉണ്ടെന്ന് പ്രൈസ് ദി ലോർഡ് ദൂതനെ പിടികിട്ടിയവർക്കായി ഞാൻ ദൈവത്തെ